പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വളരെ ത്യാഗനിർഭരമായി നടത്തി. വളരെയധികം വേദനയുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തു കടന്നുപോയത് നമ്മൾ ധ്യാനിച്ചു. പെസഹായുടെ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ പെസഹായുടെ ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നല്ലൊരു മാതൃക യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്. ദാസൻ യജമാനനെ ആണ് സാധാരണ പാദസേവ ചെയ്യാറ്. യജമാനൻ ദാസന്മാരുടെ പാദസേവ ചെയ്തു കണ്ടപ്പോൾ പത്രോസ് വളരെയധികം ദുഃഖിച്ചു. ശിമോൻ പറഞ്ഞു, അരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ പാദം കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അപ്പോൾ എൻ്റെ ദേഹവും കൂടി കഴുകണമേ എന്ന് പറഞ്ഞ് അനുദപിക്കുന്ന പത്രോസിനെ നമ്മൾ അവിടെ കണ്ടു. ഞാൻ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുന്നു, നിങ്ങളെല്ലാവരും പരസ്പരം പാദം കഴുകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാതൃക. ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യത്തിൽ പരസ്പരം സേവനം ചെയ്യുന്നവനാണ് വലിയവൻ, ഒരാളെക്കാളല്ല വലിയവൻ എന്ന് യേശു നമ്മളെ കാണിച്ചു തന്നു. അതിന് യേശു തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. യേശു പെസഹാ ഭക്ഷണം കഴിഞ്ഞിട്ട് ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. അതിനു മുമ്പായി ശിമോനോട് യേശു പറയുന്നു, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പോൾ ശിമോൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രിയമുള്ളവരെ, നാം എത്ര സ്വയം ശക്തിയിൽ ആശ്രയിച്ചാലും നമ്മളൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. നമ്മുടെ ഗുരുവിനെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നിഷേധിക്കില്ല. നമ്മുടെ വിശ്വാസം തകരാൻ ഒരു കാരണവശാലും ഇടയാകുകയില്ല എന്ന് നമ്മൾ എത്ര ഊന്നി പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകുമെന്ന് യേശു സൂചന നൽകുകയാണ്. കാരണം എന്താ? സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിരന്തരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വന്നാൽ നമ്മളെല്ലാവരും നശിച്ചു പോകും. അവിടെ യേശുക്രിസ്തുവിൻ്റെ നിരന്തരമായ ഇടപെടൽ നമ്മളിൽ ഉണ്ടാകുന്നതിനു വേണ്ടി യേശുക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുന്നതിന് മുമ്പ് നമുക്ക് അവൻ്റെ വചനങ്ങളും അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അവൻ തന്നെയായ വിശുദ്ധ കുർബാനയും നമുക്ക് നൽകി എന്നുള്ളത് സത്യം. ആ സത്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധ ദുഃഖവെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി, അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക്. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ശീമോൻ
സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റുവാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ യേശുനാഥ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കുന്നവർ നന്ദി പറയുന്നു. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൽ എത്ര ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞാലും, ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, ഞങ്ങളുടെ വിശ്വാസം കർത്താവേ ഒത്തിരി ആഴത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഞങ്ങൾ നേരിടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല എങ്കിൽ ഞങ്ങൾ താളടിയായി പോകും, തകർന്നു പോകുമെന്ന് ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ശീമോൻ്റെ അനുഭവം കൊണ്ട്, ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അഹംഭാവത്തിലോ ഞങ്ങളുടെ ശക്തിയിലോ ഞങ്ങൾ പറയുന്നില്ല, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് കർത്താവേ, നീ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പസമയം ഞങ്ങൾ ധ്യാനത്തിനായി ചിലവഴിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, പിതാവാം ദൈവമേ, കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ പടയാളികൾ പിടിക്കുന്നു. ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നു, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും മയക്കത്തിലാകുന്നു. ഉറക്കമല്ലാതെ അവരെ പിടികൂടുന്നു. യേശുക്രിസ്തു പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമെങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇതിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസ ജീവിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് നിരവധിയായ പ്രലോഭനങ്ങളുണ്ടാകും. ഇവിടെയെല്ലാം നമ്മളത് ഒഴിവായി പോകട്ടെ എന്നാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതെങ്കിൽ, യേശു തൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, എങ്കിലും ദൈവഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. എൻ്റെ ഹിതമെല്ലാം ഒഴിവാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. യേശു തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാൽ തകർന്നു പോകും. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയാണ്. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അബ്രാഹത്തിൻ്റെ മകനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, ചൊവ്വാഴ്ചത്തെ പാതിരാ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നതാണ്. ചൊവ്വാഴ്ചത്തെ പാതിരയുടെ സൂഗീസോയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. സാറ അബ്രാഹത്തോട് ചോദിക്കുകയാണ്, എനിക്കും മകനും നിങ്ങൾക്കുമിടയിൽ, ദൈവത്തിനുമിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, ആ രഹസ്യം എന്നോട് പറയുക. എന്നോട് പറയുക, എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത്? അപ്പോൾ അബ്രാഹാം പറയുന്നു, ഒരു രഹസ്യമുണ്ട്, പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ സാറ പറയുന്നു, എങ്കിൽ സമാധാനത്തോടെ പോയി ആ ദൃഷ്ടാന്തം അത് നിറവേറ്റി വരിക. മോറിയമലയിൽ ചെന്ന് യാത്രയിൽ മകൻ അപ്പനോട് ചോദിക്കുന്നു, രക്തം ചിന്താതെ ബലിയില്ല എന്ന് എനിക്കറിയാം, ഇവിടെ രക്തം ചിന്താനുള്ള ആട്ടിൻകുട്ടിയില്ല, വിറകുണ്ട്, വിറക് ചുമക്കുന്നത് ഇസഹാക്കാണ്. ഇതെല്ലാം പിതാക്കന്മാർ പറയുന്നു, ബൈബിളും പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ദൃഷ്ടാന്തമാണ്, മുൻകുറിയാണ്. പക്ഷേ ബലിപീഠത്തിങ്കൽ കയറ്റി കയറുകൊണ്ട് ബന്ധിച്ച് ആ ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന ഇസഹാക്ക് അപ്പനോട് പറയുന്നൊരു ഭാഗം നമ്മുടെ ചങ്ക് പിളർക്കും. എന്താണ് പിതാവായ അബ്രാഹത്തോട് അവൻ പറയുന്നറിയുമോ?
രക്തം ചിന്താതെ ബലിയില്ല, ബലിവസ്തു ഞാനാണെന്ന് അറിയുന്നു. അതുകൊണ്ട് ഒട്ടും അമാന്തമില്ലാതെ, ഒട്ടും ഭാരപ്പെടാതെ, അപ്പോൾ എൻ്റെ മേലുള്ള ദൈവഹിതം നിറവേറ്റി പെട്ടെന്ന് തന്നെ നീ മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൾ വ്യസനത്തിലിരിക്കുകയാണല്ലോ, അവളെ ആശ്വസിപ്പിക്കുക. അങ്ങനെ ഒരു ഇസഹാക്കിൻ്റെ ബലി, അവിടെ കണ്ടെത്തിയ കുഞ്ഞാട് യേശുവിൻ്റെ മുൻകുറി ദൃഷ്ടാന്തമായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ മോചനത്തിന് വേണ്ടി മറുവിലയാകേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവല്ലേ നമ്മുടെ ഉറ്റവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ ദൈവവുമായിട്ട് സംയോജിപ്പിച്ച് നിർത്താൻ കാരണമാകുന്നത്. ഇവിടെ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിൽ യോജിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോകണം. ആ പാനപാത്രം നീങ്ങിപ്പോയാൽ സാത്താൻ്റെ തല തകർക്കപ്പെടുന്നില്ല, മനുഷ്യവർഗത്തിന് സാത്താനിൽ നിന്ന് ഒരിക്കലും മോചനവുമില്ല. അപ്പോൾ ഇവിടെ പാനപാത്രം നീങ്ങിപ്പോകുകയല്ല, ഒരു ദൂതൻ വന്ന് ശക്തിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവനും ജീവിതവും അനേകരുടെ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ, അനേകരെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, അബ്രാഹാമും അവൻ്റെ പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലില്ലാതെ അതൊന്നും കൂടി അരക്കിട്ടുറപ്പിക്കാൻ ഇസഹാക്ക് എന്ന് പറയുന്ന മകനാണ് ബലിയാകേണ്ടതെങ്കിൽ, ആ മകൻ പറയുന്നു അപ്പനോട്, അപ്പാ, രക്തം ചിന്താതെ ബലിയില്ല, രക്തം ചിന്താനുള്ള ആടുവിടയില്ല, ഞാനാണെന്ന് തിരിച്ചറിയുന്നു. അപ്പാ, ദൈവത്തിൻ്റെയും നിൻ്റെയും ഇടയിൽ വിശ്വാസവും അനുസരണവും നീതിയായി ഉറപ്പിക്കപ്പെടണമെങ്കിൽ ഞാൻ ബലിയാകണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്നെ ഒട്ടും അമാന്തമില്ലാതെ, അപ്പനും മകനും എന്നുള്ള ബന്ധമില്ലാതെ, രക്തബന്ധമില്ലാതെ ആത്മീയ ബന്ധത്തിൽ, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നെ ബലിയർപ്പിക്കുക. എന്നിട്ടോ സമാധാനത്തിലെ വീട്ടിലേക്ക് പോവുക, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെ ആശ്വസിപ്പിക്കുക. നമ്മളിങ്ങനെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ മനുഷ്യർ ലോകത്തുണ്ടോയെന്ന്. ഈ ദൈവം ഇങ്ങനെ ഈ രക്തം ചിന്തി ബലിക്കൊതിയനാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചിലരൊക്കെ, ചില യുക്തിവാദികളൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊന്നും ദൈവത്തിൻ്റെ കളിതമാശകളല്ല. മനുഷ്യൻ അത്രമാത്രം പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയി. ഇന്നും നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നില്ലേ? നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയില്ലേ? സമാധാനത്തോടെ ഒരു രാത്രിയെങ്കിലും കഴിച്ചു കൂട്ടാൻ പറ്റുമോ? സമാധാനത്തോടെ ഒരു പകലെങ്കിലും ഒരാപത്തില്ല എന്ന് പറഞ്ഞ് കടന്നു പോകാൻ പറ്റുമോ? സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒരു റോഡ് നിരത്തിൽ ഒരു വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും സമാധാനത്തോടെ? അങ്ങനെയെങ്കിൽ ഇത്രയും അസമാധാനം നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു തരിയെങ്കിലും സമാധാനം ആർക്കെങ്കിലും കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഒന്ന് സമർപ്പിക്കാൻ പാടില്ലേ? എന്നും ഈ ദുഃഖവെള്ളി ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടക്കാതെ, അവനവൻ്റെ കാര്യത്തിനും സ്വാർത്ഥതയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഈ ഒരു പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നശിച്ചു പോകാതെ അല്പമെങ്കിലും
ഐസഹാക്കിനെ പോലെ എല്ലാം പൂർത്തി വരുത്തുന്നവനായ നായകനായ യേശുക്രിസ്തുവിൻ്റെ ആ മനോഭാവത്തോടു കൂടി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ്, ഞാൻ ബലിയാകേണ്ടതാണ്, പിതാവായ ദൈവവും താൻ സൃഷ്ടിച്ച മനുഷ്യനും തമ്മിൽ അനുരഞ്ജനത്തിൻ്റെ പൂർണ്ണതയെങ്കിൽ രക്തം ചിന്താൻ ഞാൻ തയ്യാറാണ്, രക്തം ചിന്താൻ ഞാൻ തയ്യാറാണ്. എൻ്റെ വിട്ടുവീഴ്ച, എൻ്റെ മനോഭാവം, എൻ്റെ സ്വാർത്ഥതയില്ലായ്മയാണ് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനമെങ്കിൽ നിസ്വാർത്ഥനായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നിസ്വാർത്ഥനായി പല കാര്യങ്ങളും പല സമയത്തും ചെയ്തിട്ട് എല്ലാം തിരസ്കരിക്കപ്പെട്ട് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഒരു വകയും വിലയുമില്ലാതിരിക്കുമ്പോൾ നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ അനുഭവമാണോ, ദൂതൻ വന്ന് ശക്തിപ്പെടുത്തുന്ന അനുഭവമാണോ, അതെയോ ശാപത്തിൻ്റെയും സ്വന്തപ്പെട്ടവരെ നോക്കി പ്രാകുന്നതിൻ്റെയൊക്കെ അനുഭവമാണോ? എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിച്ചു, എല്ലാവരെയും ഒരു നിലയിൽ എത്താൻ വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ ഞാൻ വട്ടപൂജ്യമായി, എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല. നീ സങ്കടപ്പെടുന്ന ഒരു അപ്പനാണോ? നീ സങ്കടപ്പെടുന്ന ഒരു അമ്മയാണോ? സങ്കടപ്പെടുന്ന ഒരു ജ്യേഷ്ഠനാണോ? സങ്കടപ്പെടുന്ന ഒരു ജ്യേഷ്ഠത്തിയാണോ? സങ്കടപ്പെടുന്ന ഒരു പെങ്ങളാണോ? സങ്കടപ്പെടുന്ന ഒരു അനുജനോ അനുജത്തിയാണോ നീ? ഞാൻ നിൻ്റെ പാദം കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ല. വേഗം അപ്പാ, ഒട്ടും അമാദിക്കേണ്ട, പോവുക, സമാധാനത്തോടെ പോവുക, ബലി അർപ്പിക്കുക. അവിടെയാണ് പ്രിയമുള്ളവരെ അടുത്ത ദൈവത്തിൻ്റെ ട്വിസ്റ്റ്. അവിടെയാണ് കുഞ്ഞാട്, അവിടെയാണ് കുഞ്ഞാട്. ദൈവം രക്തക്കൊതിയനല്ല. മനുഷ്യർക്ക് വേണ്ടിയും അവനെ സ്നേഹിച്ച ദൈവത്തിനു വേണ്ടിയും ഏതറ്റം വരെ അവൻ നിലകൊള്ളുമെന്നുള്ള പരിശോധനകളിലൂടെ മനുഷ്യൻ കടന്നു പോകും. അവൻ നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യം. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തീവ്രവേദനയിൽ മുഴുകുന്തോറും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക. തീവ്രവേദനയിൽ മുഴുകുന്തോറും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണമെങ്കിൽ രണ്ട് കാര്യം നമുക്കുണ്ടാകണം. ഒന്ന്, പ്രാർത്ഥിക്കാനുള്ള വരം നമുക്ക് ലഭിക്കണം, ദൂതൻ നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. രണ്ട്, ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. കൊച്ചു കുഞ്ഞു ഉപദേശിയെ പോലെയുള്ള സുവിശേഷകന്മാർ, സമൂഹത്തിൽ നന്മ ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന്. ഇന്ന് ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ചില കാസറ്റുകളിലൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ദുഃഖത്തിൻ്റെ പാത്രം മേടിച്ച് സന്തോഷത്തോടെ അനേകരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സ്വയം പരിശോധന നടത്തേണ്ട സമയമാണ് ഈ ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളി നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ ആകുന്നത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമായില്ല. ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ മൃതർ ഭാഗ്യവാന്മാർ. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതെൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇനി എൻ്റെ രക്ഷ എൻ്റെ അനുമതിയോടുകൂടിയാണ്, എൻ്റെ രക്ഷ എന്നോടുകൂടെയാണ്. എൻ്റെ അനുവാദമില്ലാതെ, എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ രക്ഷ എൻ്റെ ദൈവത്തിന് പൂർണ്ണമാകുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ദൈവം എന്നോട് ചോദിക്കുന്നു, മകനെ, ഞാൻ നിനക്ക് തരുന്ന രക്ഷ നീ സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിക്കാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ ചെയ്തതുപോലെ ചെയ്യുക. നിന്റെ രക്ഷ നിനക്ക് പൂർണ്ണമാകും, ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യുക. അതിൻ്റെ ആദ്യപടിയാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്, 1 മണിക്കൂറെങ്കിലും
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അപ്പോൾ തീവ്രമായ വേദന അനുഭവിച്ചപ്പോൾ തീവ്രമായി കൂടുതൽ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോ തീവ്രമായ വേദന അനുഭവിക്കുന്ന ഒരു രംഗം തൻ്റെ അരുമനാഥൻ തൻ്റെ പിതാവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ അവർക്കത് ആ തീവ്രതയിലേക്ക് വരാൻ പറ്റിയില്ല. അവർ ബലഹീനമായി, അവർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അവരെ സാത്താൻ പാറ്റി, വതമ്പ് പാറ്റി. അതുകൊണ്ട് പത്രോസ് തള്ളി പറഞ്ഞു. തിരിച്ച് പത്രോസ് അനുദപിച്ചു. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കേൾക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും സ്വയം പരിശോധനയ്ക്ക് വിധേയമാകട്ടെ. തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി അവൻ പ്രാർത്ഥിച്ചു. രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ചങ്ക് പൊട്ടുന്ന വേദനയുള്ള ആരെങ്കിലും ഉണ്ടോ? ചങ്ക് പൊട്ടുന്ന വേദന. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി ആരൊക്കെ സഹായിച്ചോ അവരിൽ നിന്നെല്ലാം തിക്താനുഭവങ്ങളുണ്ടായി. ഏറെ നാണം കെടുത്തി, വ്യഭിചാര കുറ്റം വരെ ചുമത്തി, കള്ളനെന്ന് വിളിച്ചു, സാത്താനെന്ന് വിളിച്ചു. എല്ലാം പ്രതികൂലമായി. അങ്ങനെ ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കർത്താവ് നൽകുന്ന സന്ദേശമാണ് നീ താളടിയായി പോവുകയില്ല, നീ വെറുമയായി പോവുകയില്ല, നീ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും. നിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നീ ശക്തിയോടെ തന്നെ ചെയ്യും. നീ തീവ്രമായി പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക, നിൻ്റെ പ്രാർത്ഥനയുടെ അളവ് കൂട്ടുക. മുട്ടിപ്പായി നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിന്നെ അവിടുന്ന് ശോധന ചെയ്യുകയാണ്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കാൽവരിയുടെ നെറുകിലേക്ക് നയിച്ച ശക്തി യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ടാണ് അവൻ ഈ സോപ്പ് തണ്ടിന്മേൽ മുക്കി എന്താ പറയുന്നത്, വേദനയില്ലാതെ മരിക്കുന്നതിന് വേണ്ടി, വേദന സഹിക്കുന്നു വേണ്ടി ലഹരി കൊടുത്തപ്പോൾ അവൻ തുപ്പിക്കളഞ്ഞത്. അവൻ വേറൊരു ലഹരിയിലാണ്. അവൻ സ്വർഗം കാണുന്നതിൻ്റെ അനുഭവത്തിലാണ്. തൻ്റെ അപ്പൻ്റെ, തൻ്റെ പിതാവിനെ തന്നെ ഈ ലോകത്തേക്ക് അയച്ച സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതിൻ്റെ ആനന്ദത്തിലാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവേ എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. ആ ആനന്ദത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ആ കള്ളനോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. മറ്റേ കള്ളൻ ക്രൂശിൽ കാണുകയാണ്, രക്ഷപ്പെടാൻ പറയുകയാണ്, എന്നെയും രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്. എന്നാൽ യേശു പർദീസ കാണുകയാണ്. ഈ രക്തം വാർന്ന് ഉച്ചിട്ട് വലിച്ച് രക്തവും വെള്ളമൊഴുകുന്ന സമയത്ത്, ജീവൻ പിടയുന്ന സമയത്ത് യേശു പർദീസ കാണുകയാണ്. യേശു പർദീസ കാണുകയാണ്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ഇന്നലേക്കാളിന്നു ഞാനൻ പ്രിയൻ നാടിനോ ഡേറ്റമടുത്തായതെനിക്കെത്രയാനന്ദം, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. ഇന്നലേക്കാൾ ഇന്ന് എൻ്റെ പ്രിയൻ്റെ നാടിനോട് ഞാൻ അടുത്തിരിക്കുന്നതിനാൽ എത്ര ആനന്ദം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെയാണ് നാം പിതാവിൻ്റെ സന്നിധിയിലെത്തുന്നത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം,
ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളൊരു വാക്യം ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു പീഡാനുഭവത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിയുകയാണ്. എന്താണ് പീഡാനുഭവത്തിൻ്റെ ഒന്നാം ഘട്ടം? രക്തം വിയർപ്പ് തുള്ളികളായി നിലത്തു വീണു. മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതിനേക്കാൾ വേദനയാണ് അവനവൻ്റെ മനസ്സിൻ്റെ ഭാരം. അവനവൻ്റെ മനസ്സിൻ്റെ ഭാരം, അവനവൻ്റെ മനസ്സിൻ്റെ പ്രഷർ. അതൊരാൾ ജയിച്ചാൽ പിന്നെ ആരെന്ത് പീഡിപ്പിച്ചാലും ഒന്നും ഏൽക്കൂല. അവനവൻ്റെ മനസ്സിൻ്റെ പ്രഷർ, അവനവൻ്റെ മനസ്സിൻ്റെ പീഡനം. യേശുവിൻ്റെ മനസ്സിൻ്റെ പീഡനം, ധൈര്യം ഈ പ്രാർത്ഥനയിലൂടെ സ്വീകരിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ പീഡനം കഴിഞ്ഞു. ഒന്നാമത്തെ പീഡനം അവനവൻ്റെ തൊഴിലുള്ള സംഘർഷം, ആന്തരിക സംഘർഷം അത് ജയിച്ചു. അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ, തന്നെ ഒറ്റിക്കൊടുത്ത ശിഷ്യനോട്, യൂദാസിനോട് യേശു ചോദിക്കുന്നത്, യൂദാസ്, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? വളരെ സ്നേഹനിർഭരമായൊരു ചോദ്യം. ആരുടെയും മുമ്പിൽ പിന്നെയും അവനെ അവഹേളിക്കാതിരിക്കാനുള്ള ശ്രദ്ധ, ആരോടും അവനെ ഉപദ്രവിക്കുക, ഇവനിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു, അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ശബ്ദമല്ല അവിടെ കേൾക്കുന്നേ. വളരെ ശാന്തതയിൽ, വളരെ സമാധാനത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം, യൂദാസെ, ചുംബനം കൊണ്ടാണോ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഒന്നാമത്തെ ആ പീഡാനുഭവം കഴിഞ്ഞപ്പോൾ ശക്തിപ്പെട്ടു അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ എന്തിനു പ്രിയമുള്ളവരെ ഇത്തരം ബലഹീനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, ലോകത്തിനു വേണ്ടി. ലോകത്തിൽ ഇതുപോലുള്ള ചതിയും വഞ്ചനയും കെണിയും മനുഷ്യൻ ചെയ്യും. ഈ പ്രകൃതി അവനെ ചതിക്കും. അപ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം, മനസ്സിൻ്റെ സമ്മർദ്ദത്തെ നീതിയോടെ പരിപാലിക്കാൻ, നീതിയോടെ മനുഷ്യരോട് ഇടപെടാൻ, നീതിയോടെ പ്രവർത്തിക്കാൻ, പെട്ടെന്നുള്ള എൻ്റെ ഒരു പ്രകോപനത്തിൽ, പെട്ടെന്നുള്ള എൻ്റെ ഒരു ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്ന് പറയാതിരിക്കാൻ, പെട്ടെന്നുള്ള പ്രകോപനങ്ങളില്ലാതിരിക്കാൻ മനസ്സിനെ ഒരുക്കിയ പ്രാർത്ഥന. ഗെത്സമൻ തോട്ടത്തിലെ ഒന്നാമത്തെ പീഡാനുഭവം, തന്നെ ഒരുക്കുന്ന ഒരു പ്രാർത്ഥന, പ്രതികൂലതകളെ നേരിടുവാനുള്ള ശക്തി ദൂതൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നേടിക്കൊടുക്കുന്ന, സ്വർഗത്തിലെ ദൂതൻ ശക്തി കൊടുത്തു. ബലഹീനനായ എനിക്കും നിങ്ങൾക്കൊക്കെ ഈ പ്രാർത്ഥനയിൽ കിട്ടുന്ന ഒരു ശക്തി, വഞ്ചിക്കുന്നവനെയും ചതിക്കുന്നവനെയും സ്നേഹിത എന്ന് വിളിക്കാനുള്ള കരുത്ത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ശക്തിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് നമ്മൾ പാരമ്പര്യമായിട്ട് അനുസ്മരിക്കുന്ന ഇതൊരു ആഘോഷമോ ദുഃഖവെള്ളിയുടെ കഞ്ഞിയുടെ സ്വാദ് മനസ്സിലാക്കാനോ അല്ല, സ്വയം ശക്തീകരണം നേടാനാണ്. സ്വയം വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ഈ വഴിപിഴച്ച ഈ ലോകത്ത് അല്പം ഒരു വിശ്വസ്തയോടെ ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ദൈവബന്ധമുണ്ടായാലേ പറ്റൂ. ആദാം മുതൽ സാത്താൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ദൈവത്തിൻ്റെ
നന്മകളെല്ലാം കൊണ്ടുവന്ന പ്രവാചകന്മാരെ എല്ലാം പരാജയപ്പെട്ട് സാത്താൻ ഇങ്ങനെ ജയാളിതനായി നിൽക്കുമ്പോൾ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സ്വർഗത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ബലഹീനനായി നമ്മളെപ്പോലെ. ബലഹീന മനുഷ്യനെ ബലവാനാക്കാൻ ദൈവം ബലഹീനനായി. ബലഹീനനായ ദൈവം ബലവാനായി. എന്തിനു വേണ്ടി? ബലഹീനനായ മനുഷ്യൻ ബലവാനാകാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദുഃഖവെള്ളി ബലഹീനനായ നമ്മൾ ബലവാന്മാരാകാൻ വേണ്ടിയുള്ള അനുസ്മരണമാണ്. ബലവാന്മാരാകാനുള്ള, അനേകർക്ക് വേണ്ടി രക്തം ചിന്താനുള്ള നിയോഗം ഏറ്റെടുക്കാനുള്ള വിളി. അനേകരെ ചതിച്ചും വഞ്ചിച്ചും അടിക്കടി നമ്മളെ തോൽപ്പിക്കുമ്പോൾ ശക്തി പ്രാപിച്ച് വീണ്ടും സമൂഹ മധ്യത്തിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള വിളി. ഈ വിളി നമുക്ക് ഈ ദുഃഖവിളിയിലൂടെ സ്വീകരിക്കാം. ഈ വിളിക്കപ്പുറത്ത് ഉയർപ്പുണ്ട്. ഈ വിളിക്കപ്പുറത്ത് ഒരു മരിച്ചവനെ പോലും ഉയർപ്പിക്കുന്ന, മരിച്ചവനെ പോലും രക്ഷിക്കുന്ന സുവിശേഷമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ച്. മരിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഈ ശക്തിക്ക് മരിച്ചവനെ പോലും പ്രാർത്ഥിച്ച് ഉയർപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇത്തരം ശക്തി സ്വീകരിക്കുന്നവർക്ക് അവരെന്ത് പറഞ്ഞാലും ദൈവം കേൾക്കും. മരിച്ചവനെ ഒരു സുവിശേഷം അറിയിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലും വരും. ആദിമസഭയിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഇപ്പോൾ ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ദീർഘനേരത്തെ എത്രമാത്രം ധ്യാനിച്ചാലും തീരാത്തൊരു ധ്യാനമാണ് ദുഃഖവെള്ളി. പക്ഷേ എല്ലാത്തിനൊരു സമയപരിധിയുണ്ടല്ലോ. നിർത്തട്ടെ. ഈ ദുഃഖവെള്ളി നമ്മൾക്ക് കാൽവറിയോളം പോകുവാനുള്ളതാണ്. നമ്മുടെ ജീവിതം പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനുള്ളതാണ്. ഒരു നാടകഗാനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ? അല്ല, യേശുക്രിസ്തു നമുക്ക് പറഞ്ഞതാണ്, നീ ഇന്നടത്തു നിന്ന് വന്നു, നീ ഇന്നടത്തേക്ക് തന്നെ പോകും. നീ പിതാവായ ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, നീ പിതാവായ ദൈവത്തിലേക്ക് തന്നെ ഭൂമിയിൽ നിന്ന് പോകും. അതിന് നിനക്ക് വഴിയും നേരും നെറിവും സത്യവും ജീവനും ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. നീ എൻ്റെ പുൽത്തൊട്ട് മുതൽ, നീ എൻ്റെ പുൽക്കൂട് മുതൽ, ആ യൂദയായിലെ മലഞ്ചെരുവിലെ കല്ലിടാവ് മുതൽ, ആ ഗുഹ മുതൽ, നീ കാൽവരി നെറുകയിലെ ക്രൂശിൻ്റെ മരണം വരെ ധ്യാനിക്കുക. നിന്റെ വിളക്കുമരം കാൽവരിയിലെ ക്രൂശാണ്. റോട്ടിലെ വിളക്കുമരത്തോടല്ല നീ പറയേണ്ടത് വെളിച്ചമുണ്ടോ നിന്റെ കയ്യിൽ. ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വെളിച്ചം തരാൻ വിളക്കുമരമേ നിന്റെ കയ്യിൽ വെളിച്ചമുണ്ടോ? വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്. അത് കാൽവറിയിലെ ക്രൂശാണ് നിന്റെ വിളക്കുമരം. സങ്കീർത്തനം 34:5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ആ വിളക്കുമരത്തെ നോക്കി യാത്ര ചെയ്യുന്നവരാരും പിന്നെ നിന്നെ ചില്ലുമേടയിൽ നിന്ന് കല്ലെറിയില്ല. ചില്ലുമേടകളെല്ലാം നിന്റെ കുടിലാകും, ചില്ലുമേടകളെല്ലാം നിന്റെ കുടിലാകും. നീ കുഷ്ഠരോഗിയാണോ, നീ കുരുടനാണോ, നീ HIV ബാധിതനാണോ, നീ ആരുമില്ലാത്തവനാണോ, നീ ക്യാൻസർ രോഗിയാണോ, നിന്നെ അനേകരെ ചേർത്ത് പിടിക്കും. ഈ വിളക്കുമരം കണ്ട, ഈ കാൽവറിയിലെ ഈ വിളക്കുമരം കണ്ട അനേകരുണ്ട് ഈ ലോകത്ത്. അവർ നിന്നെ ചേർത്ത് പിടിക്കും. നീ ഇനി ഒരിക്കലും
നിനക്ക് വെളിച്ചമില്ല എന്ന് നീ പാടണ്ട. നിന്റെ വെളിച്ചമുണ്ട്. നിന്റെ വെളിച്ചം ഞാനാണ്. എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. സഹോദര, സഹോദരി, നിനക്കൊരു വെളിച്ചമുണ്ട്, നിനക്കൊരു പ്രഭയുണ്ട്, നിനക്കൊരു ശോഭയുണ്ട്. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ യേശു ക്രിസ്തു നിനക്ക് കാണിച്ചു തരും. അത് ഈ ദുഃഖവെള്ളിയിലൂടെ നീ സ്വീകരിക്കുക. ഈ ദുഃഖവെള്ളി എനിക്കും നിനക്കും രണ്ട് ചിന്തയാണ് തരുന്നത്. ഒന്ന്, നീ തകർന്നവനാണോ? നീ പ്രാർത്ഥനയുള്ള ശക്തി ആർജിക്കുക. നീ രക്തം ചിന്താൻ വിളിക്കപ്പെട്ടവനാണോ? ഇസഹാക്കിനെ പോലെ നിൻ്റെ സമൂഹത്തോട്, നിൻ്റെ കുടുംബത്തോട്, നിൻ്റെ അപ്പനോട് പറയുക, ധൈര്യമായി ചെയ്തു കൊള്ളുക, ധൈര്യമായി ചെയ്തു കൊള്ളുക. അപ്പം നിനക്കും ദൈവത്തിനുമിടയിൽ രഹസ്യം വേണ്ട. നിനക്കും ദൈവത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ഞാൻ ബലിയാകേണ്ടതാണെങ്കിൽ ഞാൻ തയ്യാർ. യേശുവും പറഞ്ഞു, പിതാവേ, ഈ ജനത്തിനും നിനക്കും തമ്മിൽ അനുരഞ്ജനമുണ്ടാകാൻ ഞാൻ ബലിയാകണമെങ്കിൽ തയ്യാർ. എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതമാണ് നിറവേറേണ്ടത്. ധൈര്യമാവും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്കുക, പോകാം, ധൈര്യമായി പോകാം. അപ്പോൾ ഈ ദുഃഖവെള്ളിയിലൂടെ നമുക്ക് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ആ ശക്തി തരട്ടെ. അനേകർക്ക് വേണ്ടി പോകാം, പ്രേക്ഷിതരായി പോകാം, അനേകർക്ക് വേണ്ടി പ്രേക്ഷിതരായി പോകാം. എൻ ജീവൻ നിങ്ങൾക്കായി ബലിയണച്ചു, എൻ താതൻ നിങ്ങളിൽ സംപ്രീതനായി, എൻ ആത്മാവാൽ നിങ്ങളെ ധന്യരാക്കി. ഇനി പോവുക എൻ ജീവൻ പകർന്നിടുവാൻ. വിശന്നവനായി, വിയർത്തവനായി, നഗ്നനായി നിങ്ങൾ എന്നെ കാണും. മൺകുടിലിൽ പൂർണ്ണ വിവശനായി വീണ്ടും നിങ്ങൾ എന്നെ കാണും. എൻ സ്വരം കേട്ടങ്ങു വന്നിടേണം, ഇന്നു നൽകിയ സ്നേഹം പകർന്നിടേണം. പ്രേക്ഷിതരായി പോകാം. ദൈവം നമ്മളെല്ലാവരെയും ഈ ദുഃഖവെള്ളിയിലൂടെ അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖവെള്ളി ഇന്ന് വരെയുള്ള ഒരു ആചരണമായിട്ടോ ഒരാഘോഷമായിട്ടോ അല്ല പോകേണ്ടത്. ഒരു അനുസരണമായി, ഒരു ത്യാഗമായി, അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന, ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിന് ഞാനാകുന്ന യാഗവസ്തു, എൻ്റെ ജീവൻ പകുത്തു കൊടുക്കാൻ ക്രിസ്തുവിനെ പോലെ ഞാൻ തയ്യാറെന്ന് പറയുന്ന അനുഭവമായി ദുഃഖവെള്ളി മാറട്ടെ. എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിട്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.